ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്തത് 2012 നെയ്യാറ്റിൻകരയിലാണ്. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഉപതെരഞ്ഞെടുപ്പാണ് അന്ന് നടന്നത്. CPIM MLA ആയിരുന്ന R. സെൽവരാജ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. വെറും 2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കൂറുമാറ്റത്തിലൂടെ ആളെ കൂട്ടാൻ നടത്തിയ ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ അപാരമായ ആത്മവിശ്വാസം ജയിച്ചു. K. സെൽവരാജ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയം ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. BJP തീർത്തും അപ്രസക്തമായി അതുവരെ കരുതിയിരുന്ന മണ്ഡലത്തിൽ O. രാജഗോപാലിനെ മത്സരിപ്പിച്ച് ത്രികോണ മത്സരവുമാക്കി. അതിനുശേഷവും മുമ്പും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഏകപക്ഷീയമായ മത്സരങ്ങളായിരുന്നു. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായ രാഷ്ട്രീയമാണ് ഇത്തവണ നിലമ്പൂർ പറയുക. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം 2 ദിവസം മുമ്പ് തന്നെ നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ മത്സരിപ്പിച്ച് CPIM രാഷ്ട്രീയം പ്രഖ്യാപിച്ചു. ഇനി ശരിക്കും അറിയാം നിലമ്പൂർ ആരുടെ സ്വരാജ്യമാണെന്ന്.